Hi friends, a very warm welcome to our new chemistry class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രി സിലബസിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിതിന് മുന്നേ തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ചാപ്റ്ററിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അത് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഏറ്റവും അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് വളരെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. രണ്ടാമതായി പറയുന്നതാണ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്, പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയിലുള്ള പീരിയോഡിസിറ്റി, അതിൻ്റെ മാറ്റം, അതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ പ്രധാനമായും 3 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൻ്റെ വികാസം എങ്ങനെയായിരുന്നു, ചരിത്രപരമായി അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിച്ച ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോരുത്തരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ സംഭാവനകൾ എന്താണ്, അതാണ് നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് പീരിയോഡിക് table. The second point we are going to discuss in this chapter is the relation between the positions of elements in periodic table and their electronic configurations. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും റിലേറ്റീവ് പൊസിഷനും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണ് എന്നും നമ്മൾ രണ്ടാമതായിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ ആൻഡ് chemical properties of elements. അതായത് ഒരു മൂലകങ്ങളുടെ എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും കെമിക്കൽ പ്രോപ്പർട്ടിയിലും പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് അതിൻ്റെ മാറ്റം, അതിൻ്റെ ട്രെൻഡ് എന്താണ്, പീരിയോഡിക് ട്രെൻഡ് എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടിയും നമ്മൾ പറയുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും പറയുന്നു. സോ ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദിസ് ചാപ്റ്റർ. ഏതൊക്കെയാണത്? പീരിയോഡിക് ടേബിൾ ഏത് രീതിയിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഡെവലപ്പായി വന്നത്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എന്താണ് ഈ എലമെൻസിനെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആ അറേഞ്ച്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്. മൂന്നാമത്തെ പോയിന്റ്, എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസിലുള്ള പീരിയോഡിക് ട്രെൻഡ്സ്. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസും പറയുന്നുണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ്
പീരിയോഡിക് ടേബിൾ. ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നമ്മൾ ഈ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? വൈ ഡു വി നീഡ് ടു ക്ലാസിഫൈ എലമെൻസ്? ഈ എലമെൻസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമുക്കത് നേരിട്ടങ്ങ് പഠിച്ചാൽ പോരെ, എന്തിനാ ഈ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. നമ്മൾ സയൻസിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഡെവലപ്മെൻറ്റാണ്, വളരെ വേഗത്തിലാണ് ഈ സയൻസിൻ്റെ വികാസം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കെമിസ്ട്രീൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ ഇന്ന് ഏകദേശം 118ഓളം എലമെൻസ് ഉണ്ട്. 118 എലമെൻസ് ഉണ്ട്. ഈ 118 എലമെൻസിൻ്റെയും പ്രോപ്പർട്ടീസ് ഓരോന്നിലും വ്യത്യസ്തമാണ്. ഇങ്ങനെ ഒരുപാട് ഡാറ്റ നമ്മൾ ഓരോ എലമെൻറ്റിനെ കുറിച്ചും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ഡാറ്റ നമ്മൾ ഓർത്തു വെച്ചുകൊണ്ട് ഓരോ എലമെൻറ്റിനെയും കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ ക്ലാസ്സിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും, ഓരോ പ്രത്യേക പ്രോപ്പർട്ടീസുള്ള എലമെൻസിൻ്റെയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിനെയും കുറിച്ച് പഠിക്കുന്ന അത്രയും ഡാറ്റകൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഓരോന്നിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനേക്കാളും ഈസിയാവും. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ശ്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദി ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. അതിൽ ആദ്യമായിട്ട് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്ത സയൻറ്റിസ്റ്റാണ് അൻറ്റോയിൻ ലവോസിയെ. അൻറ്റോയിൻ ലവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വളരെ കാലം മുന്നേ തന്നെ അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ 2 ഗ്രൂപ്പുകളാക്കി. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് മെറ്റൽസ് എന്നായിരുന്നു, രണ്ടാമത്തത് നോൺ മെറ്റൽസ് എന്നായിരുന്നു. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ അൻറ്റോയിൻ ലവോസിയെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള രീതിയിൽ 2 ക്ലാസ്സുകളായി ക്ലാസിഫൈ ചെയ്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്. എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ആദ്യമായിട്ടുള്ള ശ്രമം നടത്തിയ സയൻറ്റിസ്റ്റാണ് അൻറ്റോയിൻ ലവോസിയെ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്നീ പറയുന്ന 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ അവിടെ പുതിയൊരു ക്ലാസ് വന്നു, മെറ്റലോയിഡ്സ് എന്ന് പറയുന്നു. നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ മെറ്റലോയിഡ്സ് വന്നതോടുകൂടി ആ ക്ലാസിഫിക്കേഷനിൽ മെറ്റലോയിഡ്സ് ഇല്ലാതായതോടുകൂടി ആ ക്ലാസിഫിക്കേഷൻ പിന്നീട് അതിന് മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു. പിന്നെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയ സയൻറ്റിസ്റ്റാണ് ഡൊബറെയ്നർ. ഡൊബറെയ്നറിൻ്റെ ക്ലാസിഫിക്കേഷന് പറഞ്ഞിരുന്ന പേര് ഡൊബറെയ്നേഴ്സ് ട്രയഡ്സ് എന്നാണ്. ഡൊബറെയ്നേഴ്സ് ട്രയഡ്സ്. ഈ ഡൊബറെയ്നേഴ്സ് ട്രയഡ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം 3 എലമെൻസ് വീതമുള്ള കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ലവോസിയയുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഉള്ള എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആദ്യകാലങ്ങളിലുള്ള ശ്രമങ്ങളൊക്കെ അറ്റോമിക് മാസിനെ അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റിനെ ആശ്രയിച്ചുള്ളതായിരുന്നു. അപ്പോൾ അറ്റോമിക് വെയ്റ്റിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് തുടർന്ന് അങ്ങോട്ട് നടന്നത്. അത് ഡൊബറെയ്നർ കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂലാൻഡ്സിൻ്റെ ഒരു ഒക്ടേവ്സ് ഉണ്ട്, അതുപോലെ അങ്ങനെയുള്ള കുറേ മെൻഡലിയഫിൻ്റെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. ആ പീരിയോഡിക് ടേബിൾ വരെ നമ്മൾ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്.
പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അറ്റോമിക് വെയിറ്റിനനുസരിച്ച് അറ്റോമിക് നമ്പറിനനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ടൊപ്പം ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഏർലി ക്ലാസിഫിക്കേഷൻ ആർ മെജോറിറ്റി ക്ലാസിഫിക്കേഷനും എന്തായിരുന്നു, അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡൊബറൈനേഴ്സ് ട്രയഡ്സ് എന്ന് പറഞ്ഞാൽ, ട്രയഡ് എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പ്. ഓക്കെ, ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ആ ഗ്രൂപ്പിൻ്റെ അറ്റോമിക് മാസുകൾ നമ്മൾ പരിശോധിച്ചാൽ മധ്യഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ രണ്ടാമതായി വരുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും എലമെൻസിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഒരു ആവറേജ് ആയിരുന്നു, അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ ആവറേജ് ആയിരുന്നു എന്നാണ് ഡൊബറൈനർ കണ്ടെത്തിയ ട്രയഡിൻ്റെ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്കൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് 3 എലമെൻസിൻ്റെ ഒരു ഗ്രൂപ്പ് എടുക്കാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ട്രയഡ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് മാസ് 7 ആണ്. നെക്സ്റ്റ് സോഡിയത്തിൻ്റെ 23 ആണ്. നെക്സ്റ്റ് പൊട്ടാസ്യത്തിൻ്റെ 39 ആണ്. ഓക്കെ, ഇതിൽ ഡൊബറൈനർ പറഞ്ഞ പ്രകാരം ഈ സോഡിയമാണ് രണ്ടാമതായിട്ട് വരുന്ന എലമെൻറ്റ്. അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെയും അവസാനത്തേതിൻ്റെ അറ്റോമിക് മാസുകളുടെ ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ആവറേജ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കി നമുക്ക് മനസ്സിലാവും, ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൂടി ആവറേജ് എടുത്താൽ 7 + 39 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 23 ആണ്. അപ്പോൾ ഇത് ഈ കേസിൽ വളരെ കറക്റ്റാണ് അല്ലേ? അതായത് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അറ്റോമിക് വെയിറ്റുകളുടെ ആവറേജ് സോഡിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. മറ്റൊരു എക്സാമ്പിളാണ് ക്ലോറിൻ 35.5. ഇതിൻ്റെ അറ്റോമിക് മാസ് 35.5 ആണ്. ബ്രോമിൻ 80. ദെൻ അയഡിൻ 127. ഓക്കെ, ഇത് മറ്റൊരു ട്രയഡിൻ എക്സാമ്പിളാണ്. ഓക്കെ, അതായത് ഇതേ പ്രോപ്പർട്ടീസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ 3 എലമെൻസിനെ ഒരു ട്രയഡായിട്ട് കൺസിഡർ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നോക്കുക. ദിസ് ഈസ് അനദർ ട്രയഡ്. ഫോസ്ഫറസ് 37 ആണ് അതിൻ്റെ, 31 ആണ് അതിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് വരിക? ആഴ്സനിക് വരും. ആഴ്സനിക്കിൻ്റെ 75. ദെൻ ആൻറ്റിമണി SB, ആൻറ്റിമണി 120. ഇത് വേറൊരു ട്രയഡിന് എക്സാമ്പിളാണ്. ഓക്കെ, എന്താണ് ഈ ഡൊബറൈനറുടെ ട്രയഡ് എന്നുള്ള ആ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം അറ്റോമിക് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 വീതം എലമെൻസ് ഉള്ള ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനെയാണ് അദ്ദേഹം ട്രയഡ്സ് എന്ന് പേര് കൊടുത്തത്. ആ ട്രയഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ വരുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും എലമെൻസിൻ്റെ അറ്റോമിക് മാസിൻ്റെ ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ആവറേജ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഈ ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ കുറച്ച് എലമെൻസിനെ മാത്രമേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് എലമെൻറ്റ്സ് ഇങ്ങനെ വന്നതോടുകൂടി എല്ലാ എലമെൻസിനെയും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും പിന്നീട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആവശ്യമായി വരിക, അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ്റെ ഒരു മൂല്യം കുറഞ്ഞു വരികയും ചെയ്തു. പിന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്. ന്യൂലാൻഡ്സിൻ്റെ ഒക്ടേവ്, ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, അതായത് നമ്മൾ എലമെൻസിനെ അതിൻ്റെ അറ്റോമിക് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരു 8ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ എലമെൻറ്റിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം an element when we are arranging the elements in the increasing order of their atomic weights, അറ്റോമിക് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എലമെൻസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ 8ാമത് വരുന്ന 8th എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 8th എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം എ ഗിവൺ വൺ, ഒരു നമ്മൾ എവിടുന്ന് തൊട്ടാണോ എണ്ണാൻ തുടങ്ങിയത് ആ എണ്ണാൻ തുടങ്ങിയ എലമെൻറ്റ് മുതൽ നമ്മൾ എണ്ണി 8ാമതായിട്ട് വരുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് ആ തുടങ്ങിയ നമ്മൾ എലമെൻറ്റിൻ്റെ എന്തായിരിക്കും? എ കൈൻഡ് ഓഫ് റിപ്പീറ്റേഷൻ ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ
എലമെൻസിനെ അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ എന്നാ സംഭവിക്കുക? 1 2 3 4 5 6 7 എലമെൻറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തു. അടുത്ത 8 എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ എലമെൻറ്റിൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നു. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളെ മ്യൂസിക്കിലുള്ള 8th നോട്ട് പോലെയാണ് അല്ലേ? 8th നോട്ട് പോലെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഒക്ടേവ്സ് ആരാണിത് ഫോർവേഡ് ചെയ്ത് പുട്ട് ഫോർവേഡ് ബൈ ന്യൂലാൻഡ്സ്. അപ്പം ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. If elements are arranged in the increasing order of their atomic weights, the 8th element starting from a given one is a repetition of the first. ആദ്യം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിരിക്കും എട്ടാമത് വരുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്നാണ് ന്യൂലാൻഡിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സിൽ പറയുന്നത്. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻ എന്താണ്? ആദ്യകാലങ്ങളിൽ നടന്ന എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. പിന്നെ ചരിത്രത്തിൽ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വേറെ എക്സാമ്പിൾസ് നമുക്ക് പറയാനാവും. അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ചാൻകൊർട്ടോയ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ലോത്തർ മേയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അറ്റോമിക് വോളിയം കേർവ്സ് എന്നും പറഞ്ഞിട്ട് ലോത്തർ മേയറിൻ്റെ അറ്റോമിക് വോളിയം കേർവ്സ്. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ശ്രമങ്ങൾ ചരിത്രത്തിൽ പിന്നെ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയ സയൻറ്റിസ്റ്റാണ് ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. ഒരു റഷ്യൻ കെമിസ്റ്റ് ആയിരുന്നു. ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലിയേവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം നടത്തിയ ഒരു ക്ലാസിഫിക്കേഷൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പീരിയോഡിക് ലോ വെച്ചിട്ടാണ് അദ്ദേഹം എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത്. ആ ലോയെ അദ്ദേഹം നമ്മൾ സാധാരണ പറയുന്ന പേര് മെൻഡലിയേവ്സ് പീരിയോഡിക് ലോ എന്നാണ്. ആ ലോയിൽ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് അല്ലെങ്കിൽ ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദെയർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അതിൻ്റെ അറ്റോമിക് മാസിനെ അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ ഈ എലമെൻസിനെ അതിൻ്റെ അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഒരു ആഫ്റ്റർ എ സ്മോൾ ഇൻ്റർവെൽ ദി പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് വിൽ റിപ്പീറ്റ്. ഒരു ചെറിയ ഇൻ്റർവെല്ലിന് ശേഷം ഈ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായി അദ്ദേഹത്തിന് കണ്ടു. ഈ 2 പോയിന്റുകളാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോയിൽ ഉണ്ടായിരുന്നത്. ഈ പീരിയോഡിക് ലോയിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തുണ്ടാക്കി? അന്നറിയപ്പെട്ടിരുന്ന എലമെൻസിനെ അദ്ദേഹം ഒരു ടേബിളാക്കി. ആ ടേബിളിനെയാണ് നമ്മൾ മെൻഡലിയേവ്സ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മെൻഡലിയേവ്സ് പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിൾ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ടായിരുന്നു, വിലങ്ങനെയുള്ള നിരകൾ ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം പീരീഡ്സ് എന്ന് പേര് കൊടുത്തു. 7 പീരീഡ്സ്. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ 7 വിലങ്ങനെയുള്ള നിരകൾ ഉണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ റോസ് ഉണ്ടായിരുന്നു. ആ ഓരോ റോയിനെയും അദ്ദേഹം പേര് കൊടുത്തത് പീരീഡ്സ് എന്നാണ്. കൂടാതെ 8 വേർട്ടിക്കൽ കോളംസ് ഉണ്ടായിരുന്നു. വെർട്ടിക്കലായിട്ടുള്ള കുത്തനെയുള്ള കോളങ്ങൾ ഉണ്ടായിരുന്നു 8 എണ്ണം. ആ 8 വെർട്ടിക്കൽ കോളംസിനും അദ്ദേഹം പേര് കൊടുത്തത് ഗ്രൂപ്പ്സ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകത, ആ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളും 8 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. എന്താണ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ തിരശ്ചീനമായി കാണുന്ന നിരകളെയാണ് നമ്മൾ പൊതുവെ പീരീഡ്സ് എന്ന് പറയുന്നത്. ദർ ആർ 8 വേർട്ടിക്കൽ കോളംസ് in Mendeleev's periodic table and that columns are known as groups. അങ്ങനെ 8 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമുള്ള ഒരു ടേബിള് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മെൻഡലിയസ് പീരിയോഡിക് ടേബിൾ എന്ന കാര്യമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട്
എലമെൻസിനെ സമഗ്രമായിട്ട് ക്ലാസിഫൈ ചെയ്ത ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് നമ്മൾ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്സ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മെറിറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെറിറ്റ്സ് ഡിസ്കസ് ചെയ്താൽ ഫസ്റ്റ് മെറിറ്റ് നമുക്കിങ്ങനെ പറയാം, ഇറ്റ് വാസ് ദി ഫസ്റ്റ് കോംപ്രഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ആദ്യമായി എലമെൻസിനെ എത്രയും സമഗ്രമായി വർഗീകരിച്ച ഒരു ശ്രമം മറ്റേതും ഇല്ല. ഏത് തന്നെയാണ്? മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളാണ്. അതാണ് ഫസ്റ്റിലുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് കോംപ്രഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൻ്റെ സമഗ്രമായി ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഇത് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. കാരണം അന്ന് അറിയപ്പെട്ടിരുന്ന എല്ലാ എലമെൻസിനെയും അദ്ദേഹത്തിന് അതിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മറ്റ് മുന്നേ പറഞ്ഞതിലൊന്നും ചില എക്സെപ്ഷൻ കേസസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തൊരു മെറിറ്റ് എന്ന് പറയുന്നത്, ചില അറ്റോമിക് മാസുകൾ, ചില എലമെൻസിൻ്റെ അറ്റോമിക് വെയ്റ്റ്സ് റോങ് ആയത് അദ്ദേഹത്തിന് തിരുത്താൻ സാധിച്ചു. മാത്രവുമല്ല, അദ്ദേഹം തൻ്റെ പീരിയോഡിക് ടേബിളിൽ അങ്ങനെ അറ്റോമിക് മാസ് തിരുത്തിയ എലമെൻസിന് ആ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവെക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് ഹി ഗീവ്സ് ദ കറക്റ്റ് പ്ലേസസ് ഫോർ ദാറ്റ് എലമെൻറ്റ്സ്. ഹി കറക്റ്റഡ് സം അറ്റോമിക് മാസസ് ഓഫ് സം എലമെൻറ്റ്സ് ആൻഡ് ഗേവ് ദം കറക്റ്റ് പൊസിഷൻസ്. എന്ത് കൊടുത്തു? എലമെൻസിൻ്റെ അറ്റോമിക് മാസം മാറ്റി എന്ന് മാത്രമല്ല, പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് പൊസിഷൻസ് കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. സോ രണ്ടാമത്തെ മെറിറ്റായിട്ട് നമ്മൾ പറയാം, ഹി കറക്റ്റഡ് ദി റോങ് അറ്റോമിക് വെയ്റ്റ്സ് ഓഫ് സം എലമെൻറ്റ്സ്. ചില എലമെൻസിൻ്റെ തെറ്റായ അറ്റോമിക് മാസുകളെ അദ്ദേഹത്തിന് തിരുത്താൻ സാധിച്ചു. ഇനി മൂന്നാമത്തെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹി ക്യാൻ പ്രെഡിക്റ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ് അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ്. ചില കണ്ടുപിടിക്കപ്പെടാത്ത ചില എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത രണ്ട് എലമെൻറ്റ്സ് ആണ്, ഒന്ന് ഗാലിയം. അന്ന് ഗാലിയം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഗാലിയത്തിന് അദ്ദേഹം ഏക ബോറോൺ എന്ന് പേര് കൊടുത്തു. അതുപോലെ ഏക അലൂമിനിയം. ഇങ്ങനെ രണ്ട് എലമെൻറ്റ്സ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. ഇങ്ങനെ രണ്ട് എലമെൻറ്റ്സ് ഭാവിയിൽ നിങ്ങൾ ഡിസ്കവർ ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഗാലിയത്തിനെ കുറിച്ച് പറഞ്ഞത്, ഗാലിയം നിങ്ങളെ കയ്യിൽ പിടിച്ചാൽ അത് മെൽറ്റ് ചെയ്ത് ഉരുകിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് നമ്മളെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കയ്യിൽ പിടിച്ചാൽ അത് ഉരുകിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ചില എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ പീരിയോഡിക് ടേബിളിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ വലിയൊരു മെറിറ്റായിരുന്നു. സോ ഹി ക്യാൻ predict the properties of some undiscovered elements. അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ചില എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻസിനെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ എലമെൻസിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം കുറച്ചും കൂടി. കാരണം ഒരേ പ്രോപ്പർട്ടീസുള്ള എലമെൻസിനെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരേ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ആ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചാൽ ആ എലമെൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റി. ഓക്കെ, സോ ദീസ് ആർ ദി മെറിറ്റ്സ് ഓഫ് മെൻഡലിയേവ്സ് പീരിയോഡിക് ടേബിൾ. പ്രധാനപ്പെട്ട മെറിറ്റുകളാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം മെറിറ്റ്സ് ഓഫ് മെൻഡലിയേവ്സ് പീരിയോഡിക് ടേബിൾ പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി മെയിൻ ഡീമെറിറ്റ്സ് ഓഫ് മെൻഡലിയേവ്സ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, എന്തൊക്കെയാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മകൾ, ഡീമെറിറ്റ്സ് എന്നും കൂടി
നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, അദ്ദേഹം എന്തിനു വേണ്ടിയാണോ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് അത് തന്നെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ പാലിക്കപ്പെട്ടിട്ടില്ല ചില കേസുകളിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണ്, ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് ഒരേ ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില ഡിസ്സിമിലർ ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ്സ് എവിടെ വന്നു, ഒരേ ഗ്രൂപ്പിൽ വന്നു. അത് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താണ്, ഡ്രോബാക്കാണ് അല്ലെങ്കിൽ ഡീമെറിറ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്നു എലമെൻറ്റ്സ് വിത്ത് dissimilar properties are found in the same group. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള മൂലകങ്ങൾ എലമെൻറ്റ്സ് ഒരേ ഗ്രൂപ്പിൽ തന്നെ കാണപ്പെടുന്നു. അതൊരു പോരായ്മയാണ്, പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു എക്സാക്റ്റ് പൊസിഷൻ ആർക്ക് കൊടുക്കാൻ പറ്റില്ല, മെൻഡലിയേഫിന് കൊടുക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? അതായത് ഹൈഡ്രജൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ പൊസിഷൻ നമ്മളെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരു പ്രശ്നം തന്നെയാണ്. അത് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ അതൊരു പ്രശ്നമായിരുന്നു. ഹി കുഡ് നോട്ട് ഗിവ് എൻ എക്സാക്റ്റ് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ ഇൻ ഹിസ് പീരിയോഡിക് ടേബിൾ. മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജനെ ഒരു എക്സാക്റ്റ് പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല, മെൻഡലിയേഫിന് സാധിച്ചില്ല. അത് അതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്കാണ്. ഹി കുഡ് നോട്ട് ഗിവ് an exact position for hydrogen. ഹൈഡ്രജന് ഒരു എക്സാക്റ്റ് പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല, മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിന് സാധിച്ചില്ല. ഇനി മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും ഈ ഹൈഡ്രജൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സാക്റ്റ് പൊസിഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഹി കുഡ് നോട്ട് ഗിവ് ആൻ എക്സാക്റ്റ് പൊസിഷൻസ് ഫോർ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. അതൊരു മൂന്നാമത്തെ ഒരു എന്താണ് പ്രോപ്പർട്ടി ആയിട്ട് പറയാം. മൂന്നാമത്തെ ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയാം. ഹി കുഡ് നോട്ട് give an exact position for lanthanoids and actinoids. ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും ഒരു എക്സാക്റ്റ് പൊസിഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല, മെൻഡലിയേഫിന് സാധിച്ചില്ല. ഇനി നാലാമത്തെ ഒരു ഡീമെറിറ്റ്സ് വേണമെങ്കിൽ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മൾ പരിശോധിച്ചാൽ ഈ അറ്റോമിക് മാസിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡർ ചിലയിടത്തിലൊന്നും കാണാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് കൂടുതലായിട്ട് ശ്രമിച്ചത് ഒരേ പ്രോപ്പർട്ടീസുള്ള എലമെൻറ്റ്സ് ഒരേ ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ ആ ചില സമയത്ത് ചില എലമെൻസിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ പാലിക്കപ്പെട്ടിട്ടില്ല, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ 13 കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 15 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഹി ഡിഡ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോ or obey the increasing order of atomic weights of elements. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 4 ഡ്രോബാക്സ് ആണ് നമുക്ക് പ്രധാനമായിട്ട് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിന് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോർഷൻസ് ആണ്. ഒന്ന് മെറിറ്റ്സ് ഓഫ് മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ, രണ്ടാമത്തത് വാട്ട് ആർ ദി ഡീമെറിറ്റ്സ് ഓഫ് മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏർലി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. ആ ഏർലി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ വരെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അതായത് മോഡേൺ ക്ലാസിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.